സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമാണ് എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന കോൺട്രവേഴ്സീസ്. ഈ ഒരു കോൺട്രവേഴ്സീസിന്റെ പിന്നിൽ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്, ഒരുപാട് സ്പോർട്സ് താരങ്ങളുണ്ട്, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള സയന്റിസ്റ്റുകളുണ്ട്, വ്ളാഡിമിർ പുടിൻ, ഡൊണാൾഡ് ട്രംപ്, അത്തരത്തിലുള്ള ഒരുപാട് ഈ പറയുന്ന വ്യക്തികളുണ്ട്. ഇന്ത്യയിലെ ഈ ഒരു ഫയലിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഈ ഒരു ഫയൽ മാറിയത് നമ്മുടെ PM മോദി സാറിന്റെ പേരും കൂടി ഈ ഒരു ഫയലിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അംബാനിയുടെ പേരുകളൊക്കെ ഈ ഒരു ഫയലിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. എനിവേ, ഈ ഒരു ഫയലിന്റെ കേസിൽ പലരും ഈ ഒരു ഫയൽ ഫേക്ക് ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികൾക്കെതിരെ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇറക്കി വിടുന്ന ഒരു യുദ്ധമാണ് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയൽ എന്ന് സ്ഥാപിച്ചെടുക്കുന്നവരുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ മുതൽ ഒരു കാർട്ടൂൺ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു കാർട്ടൂൺ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഒരു കാർട്ടൂണിന്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാർട്ടൂണിൽ കൃത്യമായിട്ട് കോണ്ടന്റുകളായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എപ്സ്റ്റീൻ ഫയലിൽ വന്നതൊക്കെ കൃത്യമായിട്ട് ഈ ഒരു കാർട്ടൂണിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാർട്ടൂണിൻ്റെ പേരെന്ന് പറയുന്നത് സിംപ്സൺസ് എന്നാണ്. ഈ ഒരു കാർട്ടൂണിൻ്റെ പേര് ദി സിംപ്സൺസ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൂൺ എഴുതിയിരിക്കുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഒരു കാർട്ടൂണിൻ്റെ ഓതർ മാറ്റ് ഗോർണിംഗ് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായിട്ട് ഈ ഒരു മാറ്റ് ഗോർണിൻ്റെ പേരും കൂടി വന്നിട്ടുണ്ട്. ഇദ്ദേഹം അമേരിക്ക ബന്ധപ്പെട്ട് വരുന്ന ഒരു എഴുത്തുകാരനാണ്, ഈ പറയുന്ന ഒരു അനിമേറ്ററാണ്, കാർട്ടൂണിസ്റ്റാണ്. അപ്പോൾ ഇയാളുടെ പേരും കൂടി ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. മാറ്റ് ഗോർണിൻ എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൂണിൻ്റെ ഓതറിൻ്റെ പേരും കൂടി. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു ഐലൻഡിൽ ഈ പറയുന്ന ചെറിയ കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്തു എന്ന് പറയുന്ന ഈ പറയുന്ന പെർട്ടിക്കുലർ കേസുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ട് ഈ ഒരു കാർട്ടൂണിൽ അവരിത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാർട്ടൂണിൻ്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഏകദേശം 1900-ലധികം എപ്പിസോഡുകൾ ഈ ഒരു കാർട്ടൂണിൽ വന്നിട്ടുണ്ട്. ഈ ഒരു കാർട്ടൂൺ കാണണമെന്നുള്ളവർക്ക് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും ഈ ഒരു കാർട്ടൂൺ അവൈലബിൾ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ദി സിംപ്സൺസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർട്ടൂൺ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എനിവേ, ഞാനൊരു ചെറിയൊരു പോർഷൻ, ഈ ഒരു കാർട്ടൂണിലെ ചെറിയൊരു പോർഷൻ ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി ഇതിൽ വരും. Attention, some crazy creeps on an island somewhere are secretly running the world. Hey! Time for this hog to fly. Wrong button. Tell me again why we're spending our vacation on the island of lost souls? What could be more fun than an island shaped like a big smiley face? Welcome to my island. Dr. Hibbert? But we heard you'd gone mad. Can you recommend some activities? One activity you might enjoy is not asking questions. Tell me something very creepy is going on here. I think I'm going to do a little sleuthing. House of Pain. Hello, operator. I'd like to report a really weird island. ഓക്കെ, ആ ഒരു കാർട്ടൂണിൻ്റെ പോർഷൻ നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത് ആ ഒരു ക്യാരക്ടർ, ആ ഒരു വ്യക്തിയുടെ ആ ഒരു സിമിലാരിറ്റി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് സ്റ്റീഫൻ ഹോക്കിങ്ങിനെയാണ് അതിലൂടെ മീൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒത്തിരി പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, അതായത് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ലോകത്തിലെ ഒത്തിരി പ്രശസ്തരായിട്ടുള്ള, ഒത്തിരി ഈ പറയുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള, ബില്യണേഴ്സ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരും ഈ ഒരു കാർട്ടൂണിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കേസ് ഉണ്ടായപ്പോൾ അതിനകത്ത് നേരിട്ട് ഇടപെട്ടിട്ടുള്ള മാറ്റ് ഗോർണിൻ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി ഇങ്ങേരി പോയിട്ട് ഈ പറയുന്ന കാർട്ടൂണിസ്റ്റ് ആണല്ലോ, എന്താണ് ഈ പറയുന്ന അനിമേറ്റ് ചെയ്തിട്ട് ഒരു കാർട്ടൂൺ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയുടെ അടിസ്ഥാനമായിട്ട് ഉണ്ടാക്കി. ഈ ഒരു കാർട്ടൂൺ ഒന്ന് ഭയങ്കര ഹിറ്റായിരുന്നു കേട്ടോ. ഇത് ഇപ്പോഴും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 1900-ഓളം എപ്പിസോഡ് ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാൻ പറ്റും. നിങ്ങൾ ആ ഒരു കാർട്ടൂൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടവരാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു കാർട്ടൂൺ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 25 വർഷം മുമ്പ് ഇത്രയും ക്ലാരിറ്റിയിൽ ഒരു കാർട്ടൂൺ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ ആവാനായിട്ടാണ് സാധ്യത. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PM മോദി സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. കാരണം ഇത് പിടിച്ചാൽ കിട്ടുന്നൊരു കേസല്ല. കാരണം ഇത് നമ്മൾ ലോകത്തിൽ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു സെക്സ് റാക്കറ്റിൻ്റെ കണ്ണിയാണ് ഈ പറയുന്ന ജെഫ്രിൻ എപ്സ്റ്റീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇയാൾ ഏകദേശം ഒരു 2019 കൂടി ഈ പറയുന്ന ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പോഴും ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐലൻഡിൽ കൊണ്ടുവന്ന് ജോലി വാഗ്ദാനം ചെയ്തും ചെറിയ കുട്ടികളെ ഈ പറയുന്ന സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐലൻഡിൽ കൊണ്ടുപോയി താമസിപ്പിച്ചുകൊണ്ട് ഈ ഒരു കുട്ടികളെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുക, കൊല്ലുക. അതിനുശേഷം എന്തൊക്കെയാണ് ആ ഒരു ഫോട്ടോസും വീഡിയോസും ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല. അത്രയും ക്രൂവലായിട്ടാണ് ഈ പറയുന്ന ചെറിയ കുട്ടികൾ അബ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് യൂട്യൂബിൽ ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ യൂട്യൂബിൽ ചെയ്യാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അപ്പം തന്നെ കിട്ടും. കാരണം അത്രയും വൾഗറായിട്ടുള്ള ഫോട്ടോസാണത്. ഈ ഒരു ഫോട്ടോസ്, ഇങ്ങനത്തെ ഫോട്ടോസ് ഒന്നും യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല. ഈ ഫോട്ടോസ് ഒന്നും കാണിക്കാതെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും കിട്ടൂല. അപ്പോൾ യൂട്യൂബിൽ ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കാർട്ടൂൺ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി വന്നു. കാരണം എപ്സ്റ്റീൻ ഫയലുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു കാർട്ടൂൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതും ഈ ഒരു കാർട്ടൂൺ എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേര് എപ്സ്റ്റീൻ ഫയലുകളിൽ ഉണ്ടെന്ന് താനും. അപ്പോൾ കൃത്യമായിട്ട് ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്സ്റ്റീൻ ഫയലുകൾ കാണാത്ത വ്യക്തികൾക്ക് ഈ ഒരു കാർട്ടൂൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലാരിറ്റി വരും. അപ്പോൾ ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകളെ പറ്റി കേട്ടിട്ട് ആ ഒരു ഫയല് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫയലിൻ്റെ കൃത്യമായിട്ടുള്ള കണ്ടന്റുകൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു കാർട്ടൂൺ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് സിപ്സൺസ് എന്ന് പറയുന്ന ഈ ഒരു കാർട്ടൂൺ കാണുക. അതിൻ്റെ ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല. ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ ചെന്ന് നിങ്ങൾ സിപ്സൺസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ആ ഒരു കാർട്ടൂൺ കാണാനായിട്ട് പറ്റും. പിന്നീട് ഈ പറയുന്ന ഫയലുകളെ ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം, ഇതിനകത്ത് ഒരുപാട് കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഒരുപാട് കോൺസ്പിറസി ടോക്കുകൾ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഫയലുകളെല്ലാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികളെ ഇല്ലാതാക്കാൻ വേണ്ടി എഴുതി വിട്ടിരിക്കുന്ന ഫയലുകളാണ്. ഈ പറയുന്ന മോദി സാറിനൊന്നും ഈ ഒരു ഫയലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന ഫയലുകളിൽ കൃത്യമായിട്ട് ഇസ്രായേലിൽ മോദി പോയതായിട്ടൊക്കെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആ ഒരു സമയത്ത് മോദി സാറ് ഈ പറയുന്ന ഇസ്രായേൽ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അംബാനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന ജെഫ്രിൻ എപ്സ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി മോദി സാറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിട്ടുള്ള ഇമെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ PDF ആക്കിയിട്ട് ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലിൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫയൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏകദേശം 30 ലക്ഷത്തോളം പേജസ് വരുന്ന ഒരു ഫയലാണത്. ആ ഒരു ഫയലിൽ ഏകദേശം 1.5 ലക്ഷത്തോളം ഫോട്ടോസും ഏകദേശം ഒരു 3000-4000 വീഡിയോസും ആണ് ഉള്ളത്. ഈ ഒരു വീഡിയോസും ഫോട്ടോസും ഒന്നും നമുക്ക് പലതും കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല. കാരണം കുട്ടികളെ കൊന്നും അബ്യൂസ് ചെയ്തും ഒക്കെ ഇട്ടിരിക്കുന്ന പല വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഫയൽ കാണാനായിട്ട് ഒരിക്കലും ഞാൻ പറയില്ല. ഈ ഒരു ഫയലിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ ഒരു കാർട്ടൂൺ കണ്ടാൽ മതി. ഈ ഒരു കാർട്ടൂൺ ഈ പറയുന്ന 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാർട്ടൂൺ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു എപ്സ്റ്റീൻ ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഒരു സത്യം ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു കാർട്ടൂൺ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊരിക്കലും ഒരു തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാർട്ടൂൺ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ പറയുന്ന എപ്സ്റ്റീൻ ഫയലുകൾ കോൺട്രവേഴ്സീസും ആവുന്നു. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ബില്യണേഴ്സിനും സെലിബ്രിറ്റീസിനും ഈ ഒരു ഫയലുകളുടെ ഭാഗമായിട്ട് എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. അതധികം വൈകാതെ തന്നെ ഈ പറയുന്ന പുറത്ത് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഫയലുകളെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്